നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിജീവിത സംഗതി പുലിക്കുട്ടിയെയാണല്ലോ മാന്തിയത്. ഇപ്പോഴിതാ ശ്രീനാദേവി കുഞ്ഞമ്മ കട്ടയ്ക്ക് നിൽക്കുന്നു. രാഹുൽ പാങ്കൂട്ടത്തിലിനെ അതിജീവിതൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടു. അതിജീവനൊപ്പം എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. ഇടതുപക്ഷ ക്യാമ്പിൽ രാഷ്ട്രീയം കളിച്ചു വളർന്ന ശ്രീനാദേവി അവിടെ നിന്നിറങ്ങിയാണ് രാഹുലിന് പിന്തുണ നൽകിയത്. കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച് ഇക്കുറി ജയിക്കുകയും ചെയ്തു. രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് തിങ്കളാഴ്ച ശ്രീനാദേവി ഫേസ്ബുക്കിൽ ഉഗ്രനൊരു ലൈവ് ഇട്ടു. കേസിൽ സത്യം പുറത്തു വരട്ടെ, അതുവരെ അതിജീവിതനൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് ശ്രീനാദേവി പറഞ്ഞത്. രാഹുൽ വിഷയത്തിൽ കോടതി തീരുമാനിക്കട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് ലൈവിൽ ശ്രീനാദേവി പറഞ്ഞു. വാർത്തകൾ ഒരുപാട് എഴുതിപ്പിടിപ്പിക്കുന്ന മാധ്യമങ്ങൾ അതിൻ്റെ വസ്തുത അറിയുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം. കുടുംബം ഒരാൾക്ക് മാത്രമല്ല, ഇപ്പുറത്തുമുണ്ടെന്ന് ആലോചിക്കണം. അതുകൊണ്ട് പുരുഷനും സ്ത്രീക്കും തുല്യനീതി വേണം. രണ്ടുപേരും ഒരുപോലെ ചതിക്കപ്പെടുന്നുവെങ്കിൽ ഉറപ്പായും സ്ത്രീക്ക് കുറച്ച് പരിഗണന നൽകണം. ആ പരിഗണന ലഭിച്ചാൽ മാത്രമേ സമൂഹത്തിൽ സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് നടന്നു. അതുകൊണ്ട് തന്നെ അതിജീവിതന്റെ ഒപ്പമുള്ള യാത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീതി അർഹിക്കുന്ന അതിജീവിതരുടെ ഒപ്പം ഉറപ്പായും ഉണ്ടാകും. രാഹുലിൻ്റെ വിഷയത്തിൽ ഒരുപാട് പേർ ഉൾപ്പെട്ടു. അതിലാരാണ് ശരി തെറ്റുകാരെന്ന നിയമം പ്രഥമദൃഷ്ട്യാ കണ്ടതുകൊണ്ടാണ് രാഹുൽ അഴിക്കുള്ളിലായത്. ഇതിൻ്റെ അർത്ഥം രാഹുലിനെ തെറ്റുകാരനായി കണ്ടു എന്നല്ല, സ്ത്രീക്ക് പ്രഥമ പരിഗണന കൊടുത്തു എന്ന് മാത്രം. ഇതിലെ ശരി ഏതാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. ബന്ധങ്ങളുടെ വില നമ്മൾ കുറച്ചുകൂടി ഓർക്കണം. ഫേസ്ബുക്ക് ലൈവിന് പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ അതിജീവിത പോലീസിലൊരു പരാതി നൽകി. തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയെന്നാണ് അതിജീവിതയുടെ പരാതി. എന്നാൽ അതിജീവിതയ്ക്കെതിരെ കട്ടയ്ക്ക് തിരിച്ചൊരു പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ. സൈബർ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ച് തനിക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ സാക്ഷാൽ ശ്രീനാദേവി ഒരു പരാതി നൽകുന്നു. രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ വിദേശത്തുള്ള അതിജീവിതയ്ക്കെതിരാണ് ഇപ്പോൾ ശ്രീനാദേവിയുടെ പരാതി. മുഖ്യമന്ത്രിക്കും DGPക്കും ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി കൈമാറി. നിയമപരമായി ലഭ്യമാകുന്ന സംരക്ഷണം അതിജീവിത ദുരുപയോഗം ചെയ്തുവെന്നാണ് ശ്രീനാദേവിയുടെ പരാതി. ഒരു സ്ത്രീ എന്ന നിലയിൽ, പരാതിക്കാരി എന്ന നിലയിൽ അതിജീവിതയ്ക്ക് ലഭിക്കുന്ന നിയമപരിരക്ഷ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് തനിക്കെതിരെ അവർ പരാതി നൽകിയിരിക്കുന്നത് എന്ന് ശ്രീനാദേവിയുടെ പരാതിയിൽ പറയുന്നു. പത്തനംതിട്ട കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഇതിനകം ചില കോൺഗ്രസ് നേതാക്കളൊക്കെ ശ്രീനാദേവിയെ തള്ളി പറയുന്നുണ്ട്. എങ്കിലും കട്ടയ്ക്ക് രാഹുലിനൊപ്പം നിൽക്കുകയാണ് ശ്രീനാദേവി. ചുരുക്കത്തിൽ അതിജീവിത നൽകിയ പരാതി ഒരു വശത്ത്, മറുവശത്ത് ശ്രീനാദേവി അതിജീവിതയ്ക്കെതിരെ നൽകിയ പരാതി. അതിജീവിത കേരളത്തിലെത്തിയിട്ടുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. എന്നാൽ പരാതിക്കാരി ഇപ്പോഴും കാനഡയിലാണ് എന്നിന്ന് മാധ്യമങ്ങളിൽ വാർത്ത നിറയുന്നു. വിദേശത്തിരുന്നൊരു പരാതിക്കാരി ഇമെയിലൂടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൈമാറുന്നു. കത്തിൽ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് സംഘം ഇപ്പോൾ അടിമുടി പരിഭ്രാന്തിയിലാണ്. നിയമപരമായ നിരവധി നടപടിക്രമങ്ങളുടെ വീഴ്ച ഈ പരാതി രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പോലീസ് സംവിധാനത്തിന് സംഭവിച്ചു. അതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോഴും രാഹുലിന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ വേട്ടയാണ് എന്ന വാദം സമൂഹ മാധ്യമങ്ങളിൽ ശക്തിപ്പെടുന്നു. നിരവധി പേർ ഇത് സംബന്ധിച്ച് തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിലേക്ക് ഇന്നലെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട്. DYFI പ്രവർത്തകർ ജയിലിന് മുന്നിൽ നിറഞ്ഞു നിന്ന് വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. പോലീസ് വാഹനത്തിൽ രാഹുലിനെ പുറത്തേക്കിറക്കുമ്പോൾ പറ ചീപുട്ട. ഇങ്ങനെ എക്സിബിഷനിസത്തിന് ഒരു MLA വിധേയമാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ചില കോണുകൾ ഉയർത്തുന്നു. മറുവശത്ത് രാഹുലിനെ DYFI പ്രവർത്തകർക്ക് ആക്രമിക്കാനുള്ള അവസരം കൂടി പോലീസ് ഒരുക്കി കൊടുക്കുന്നുവെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. രാഹുലിനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക ഒരുതരം രാഷ്ട്രീയ എക്സിബിഷനിസം തന്നെയാണ്. രാഹുലിനെ പരമാവധി നാറ്റിക്കുകയാണ് പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. ഭരണകൂട പിന്തുണ ഇതിനു പിന്നിലുണ്ട് എന്ന് വ്യക്തം. ഇന്ന് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെ 408 മുറിയിൽ രാഹുലിനെ എത്തിച്ചു. നേരത്തെ പരാതിക്കാരിയും രാഹുലും എത്തിയ അതേ മുറി. പരാതിക്കാരിക്കൊപ്പം താൻ 1 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചുവെന്ന് പോലീസിനോട് രാഹുൽ സമ്മതിക്കുന്നു. രാവിലെ 5:45 തെളിവെടുപ്പിനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കൂട്ടി തിരുവല്ലയിലേക്ക് പോലീസ് സംഘം പുറപ്പെട്ടത്. എന്നാൽ ഹോട്ടലിന് മുന്നിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു, പ്രത്യേകിച്ച് DYFI പ്രവർത്തകർ.
എപ്പോൾ വേണമെങ്കിലും താൻ ആക്രമിക്കപ്പെടാം എന്ന ഭയം പൊതുവെ രാഹുലിനും വന്നിട്ടുണ്ട്. ഹോട്ടലിലെ 408 നമ്പർ മുറി അന്ന് ബുക്ക് ചെയ്തിരുന്നത് പരാതിക്കാരിയുടെ പേരിലാണ്. രജിസ്റ്ററിൽ നിന്ന് ഇക്കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അന്ന് യുവതിക്കൊപ്പമുണ്ടായിരുന്ന ആളുടെ പേര് രാഹുൽ BR. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യഥാർത്ഥ പേര് രാഹുൽ BR എന്ന് തന്നെ. 21 മാസങ്ങൾ പിന്നിട്ടു ഇരുവരും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ ഈ ദൃശ്യങ്ങൾ ലഭ്യമല്ല. ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള പദ്ധതി പോലീസ് തയ്യാറാക്കുന്നു. 2024 ഏപ്രിൽ 8 ഉച്ചകഴിഞ്ഞ് 1:45 ഇവിടെ എത്തി എന്നാണ് രാഹുൽ പറയുന്നത്. യുവതിയുമായി 1 മണിക്കൂർ സമയം ഹോട്ടൽ മുറിയിൽ ചെലവഴിച്ചു. പീഡനത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ പക്ഷെ പോലീസിനോട് ഉത്തരം പറഞ്ഞില്ല. ഇന്ന് രാവിലെ 5:40 തന്നെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് രാഹുലിനെയുമായി പോലീസ് വാഹനങ്ങൾ പുറപ്പെട്ടു. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം രാഹുൽ ഉപയോഗിച്ചിരുന്ന ഫോണുകളും ലാപ്ടോപ്പുകളും തന്നെയാണ്. അതിജീവിതമാരുമായി ബന്ധപ്പെട്ട് രാഹുൽ നിരവധി തെളിവുകൾ സൂക്ഷിച്ചിരുന്നു. ഈ തെളിവുകൾ രാഹുലിന്റെ മൊബൈൽ ഫോണിലുണ്ട് എന്ന് കണക്കാക്കുന്നു. മറുവശത്ത് കൂടുതൽ പരാതിക്കാർക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഭരണകൂടം. രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുമ്പോൾ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിക്കും എന്ന രാഷ്ട്രീയ ഗൂഢോദ്ദേശവും ഇതിന് പിന്നിലുണ്ട്. രാഹുൽ ഉപയോഗിച്ചിരുന്ന 2 ഫോണുകളും ഇപ്പോൾ പോലീസിന്റെ കൈവശമാണ്. ഈ ഫോണുകൾ പരിശോധിക്കാനുള്ള നീക്കം പോലീസ് തുടങ്ങി. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ഒരു ഫോൺ കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞ് 12:30 മണിക്ക് തന്നെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ താൻ ഉപയോഗിച്ചിരുന്ന ഫോൺ കൂടി കയ്യിലെടുക്കണമെന്ന് രാഹുൽ പോലീസിനോട് പറഞ്ഞിരുന്നു. അതിന് പോലീസ് അനുവദിച്ചില്ല. പകരം മുറിയിൽ തന്നെ ഫോൺ ഇടിയിപ്പിച്ചു. പിന്നീട് ഫോൺ കണ്ടെത്തി എന്ന പേരിൽ രാഹുലിന്റെ ഫോൺ ആ മുറിയിൽ നിന്ന് പോലീസ് എടുക്കുകയായിരുന്നു. രാഹുലിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ചുരുക്കത്തിൽ അങ്ങനെ 2 ഫോണുകളും പോലീസിന്റെ കയ്യിലെത്തി. എന്നാൽ പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറായില്ല. കേസിൽ തനിക്ക് അനുകൂലമായ രേഖകൾ ഫോണിലുണ്ട് എന്നാണ് രാഹുലിന്റെ വാദം. അത് പോലീസ് നശിപ്പിക്കുമെന്ന ഭയം തനിക്കുണ്ടെന്ന് രാഹുൽ പറയുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫോൺ പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നു. രാഹുൽ മാങ്കൂട്ടം കൂടുതൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന സംശയം പോലീസിന് ശക്തമാണ്. ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഫോണുകളിൽ അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പോലീസ് പറയുന്നു. ഇനി ഈ 2 ഫോണുകളിലുമല്ല മറ്റേതെങ്കിലും ഫോണിലാണോ ഇത്തരം ദൃശ്യങ്ങൾ രാഹുൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന സംശയവും അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫോണുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം പോലീസിന് കിട്ടിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ രാഹുലിൻ്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ട് എന്ന ഭയം ഭരണകൂടത്തിലും ശക്തമാണ്. രാഹുലിനെതിരായ 3ാം പരാതിക്കാരി ഇതുവരെ കേരളത്തിലെത്തിയില്ല. ഇവരിൽ നിന്ന് വിശദമായ രഹസ്യമൊഴി എടുക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. കാനഡയിലെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അനുമതി തേടും. രാഹുലിന്റെ ഫോണിലെ മുഴുവൻ ഫയലുകളും പകർത്താൻ 2 TBയുടെ ഹാർഡ് ഡിസ്കുകൾ SIT വാങ്ങി. ഇതുവരെ ഫോണുകളുടെ പാസ്വേഡ് ലഭിച്ചില്ല. എന്നാൽ വിദഗ്ധരുടെ സഹായത്തോടെ അതിനുള്ളിലുള്ള ഫയലുകൾ മാറ്റാൻ കഴിയുമെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. ലാപ്ടോപ്പ് എവിടെയെന്ന ചോദ്യത്തിന് രാഹുൽ ഇതുവരെ ഉത്തരം നൽകിയില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മൊബൈൽ ഫോണുകളിൽ അതിജീവിതമാരുടെ നഗ്ന ദൃശ്യങ്ങളുണ്ടോ? ഇതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതല്ല രാഹുൽ ഭരണകൂടത്തിനെതിരെ സൂക്ഷിച്ചിരിക്കുന്ന തെളിവുകൾ മുഴുവൻ ശേഖരിക്കലാണോ പോലീസിന്റെ ലക്ഷ്യം? രാഹുൽ രാഷ്ട്രീയ നേതാക്കളുമായി നടത്തിയ ചാറ്റുകളൊക്കെ മൊബൈൽ ഫോണിൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിലുണ്ട്. ഒരു രാഷ്ട്രീയ വേട്ടയെന്ന നിലയിൽ രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുമ്പോൾ നിരവധി വെല്ലുവിളികൾ കോൺഗ്രസ് എന്ന സംഘടനയ്ക്കുമുണ്ട്. കോൺഗ്രസ് പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. എന്നാൽ മറുവശത്ത് ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് അതിശക്തമായ തെളിവെടുപ്പെന്ന പേരിൽ തികഞ്ഞ രാഷ്ട്രീയ എക്സിബിഷനിസം തന്നെയാണ് കേരളത്തിൽ നടത്തുന്നത്. രാഹുലിന്റെ കയ്യിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പരമാവധി ശേഖരിച്ച് തെളിവുകൾ കണ്ടെത്തുക എന്ന പേരിൽ രാഷ്ട്രീയ വേട്ട തന്നെയാണ് മറുവശത്ത്. നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ ഇപ്പോൾ രാഹുലിൻ്റെ സുഹൃത്തുക്കൾക്കും കഴിയുന്നുള്ളൂ. എങ്കിലും കസ്റ്റഡിയിലുള്ള രാഹുൽ പലപ്പോഴും അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുന്നു. കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ല, ഞാൻ പുല്ലുപോലെ പുറത്തിറങ്ങുമെന്നാണ് രാഹുലിൻ്റെ അവകാശവാദം. എന്തായാലും പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും എന്ന ആത്മവിശ്വാസം വരെ ഇപ്പോഴും രാഹുലിൻ്റെ ഉള്ളിലുണ്ട്. ശക്തമായ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു അപ്രതീക്ഷിതമായ രാഹുലിൻ്റെ വീഴ്ച. എങ്കിലും രാഹുലിൻ്റെ ആത്മവിശ്വാസത്തിന് ഇപ്പോഴും കുറവ് വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.